നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വരുത്തിയ അലംഭാവത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കണക്ക് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടായിരുന്നു. 93 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഒന്ന് ആലോചിക്കണം, ഈ രാജ്യത്ത് 2015 ശേഷം കൃത്യമായി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യതയോടെ വിവരങ്ങൾ ഇന്ത്യ ടുഡേ പുറത്തു കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തുള്ള സാധാരണക്കാർ കടമെടുത്തും അതുപോലെ തന്നെ പല രീതിയിൽ അവരാൽ കഴിയുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ മക്കൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർക്ക് ജീവിതത്തിൽ മികച്ച ഒരു സ്ഥാനം നേടിയെടുക്കാനും വേണ്ടി ഇവർ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം അത് വ്യർത്ഥമായി പോകുന്നു എന്ന് മനസ്സിലാക്കി കണ്ണീർ തോരാതിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. 12 കുട്ടികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാവി തുലാസിലായി എന്ന് കരുതി അവർ ജീവിതം ഹോമിച്ചത്. അതായത് ഒന്ന് ആലോചിക്കണം, ജീവിതത്തിൽ ഉറക്കമൊഴിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വേദന എന്താണെന്ന് ധർമ്മേന്ദ്ര പ്രധാനും വിവരവും വിദ്യാഭ്യാസവും തീണ്ടിയിട്ടില്ലാത്ത കുറേ BJPയിലെ സോ കോൾഡ് നേതാക്കന്മാർക്കും ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ഇവരൊക്കെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ ഭരിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടിയാണ് സോനം വാങ്ചുക് കഴിഞ്ഞ 20 ദിവസമായി സത്യാഗ്രഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണാൻ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾ ഇപ്പോൾ എത്തിച്ചേരുന്നു. അവരോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, തൻ്റെ 10 കിലോയോളം കഴിഞ്ഞ് 20 ദിവസം കൊണ്ട് കുറഞ്ഞ് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നമോ അദ്ദേഹത്തിൻ്റെ ജീവിതമോ അല്ല. സാധാരണക്കാർ ഭക്ഷണം കഴിച്ച് സുഖമായി ഉണ്ടുറങ്ങി നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവൻ വരെ കൃത്യമായി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ എൻഡ് റിസൾട്ട് കാണാതെ പോകില്ല എന്ന് കരുതി ലഡാക്കിൽ നിന്നുള്ള നേതാവ് പൊരുതുകയാണ്, പോരാടുകയാണ്. മാക്സാസെ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് സോനം വാങ്ചുക്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ഇടയ്ക്കെങ്ങാനും വെച്ച് ഈ സത്യാഗ്രഹ സമരം നിർത്തിയാൽ അത് രാജ്യത്ത് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, BJPയിലെ പല മന്ത്രിമാരും രാജിവെച്ച് ഈ സർക്കാർ വീഴാൻ പോവുകയാണ്. ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുത്ത് ഓരോരോ സ്റ്റേറ്റുകളിൽ അധികാരം പിടിച്ചെടുത്ത് രാജ്യസഭയിലെ എംപിമാരുടെ എണ്ണം കൂട്ടിക്കളയാം, ഭരിച്ചു മുടിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടെ പൊത്തടിച്ച് കീറി പറയാനുള്ള എല്ലാ സാധ്യതകളും അണിയറയിൽ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം ഓർമ്മിച്ചാൽ മതി. CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി നടത്തുന്ന നിങ്ങളുടെ സമരത്തിൽ ഞങ്ങളുടെ വോളണ്ടിയർമാർ കൂടി പങ്കെടുക്കും പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് എന്നാണ് സോനം വാങ്ചുക് ഉറപ്പുകൊടുത്തിരിക്കുന്നത്.